ഗുഡ് ആഫ്റ്റർനൂൺ. ഇഗ്നോ പൊളിറ്റിക്കൽ സയൻസിലെ പൊളിറ്റിക്കൽ തിയറി ലിബർട്ടി ചാപ്റ്ററാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിലെ പാർട്ട് 2യിലേക്ക് സ്വാഗതം. ക്ലാസ്സിലേക്ക് പോവാം. ഫ്രീഡം എന്ന് പറയുന്നതിനെ എങ്ങനെയൊക്കെയാണ് നമ്മൾ വിമർശനാത്മകമായി കാണുന്നത്? സോ വാട്ട് ഈസ് നെഗറ്റീവ് ഫ്രീഡം? ഇറ്റ് ഡിഫൈൻസ് ഫ്രീഡം ആസ് നൺ ഇന്റർഫിയറൻസ് ഇൻ ഫുൾഫില്ലിംഗ് വൺ പ്രിഫറൻസ്. വൺസ് മോർ, negative freedom as non-interference and fulfilling one's preference. So somebody has some preference and he is trying to fulfill it and there is no non-interference, then it is negative freedom. അപ്പോൾ ഒരാളുടെ ഒരു ഫ്രീഡം ആസ് നൺ ഇന്റർഫിയറൻസും ഫുൾഫില്ലിംഗ് ഹിസ് പ്രിഫറൻസ്. ഇതിന്റെ ഒരു പ്രോബ്ലം എന്ന് പറയുന്നത് ഇറ്റ് അസ്യൂംസ് ഇൻഡിവിജ്വൽ ഓൾറെഡി ഹാവ് ഡിസ്യൂസ്. ഓക്കെ, ഇറ്റ് അസ്യൂംസ്, അത് അസ്യൂം ചെയ്യുന്ന ഒരു കാര്യം ഇൻഡിവിജ്വൽ ഓൾറെഡി ഹാവ് സം ഡിസ്യൂസ്. And it ignores the fact that whether these diseases are autonomously formed or neglect the role of social conditioning in forming this genuine autonomy or shaping this genuine autonomy. നമുക്കൊരു ഡിസിയർ ഉണ്ട്, അത് നമ്മുടെ പാഷനേറ്റ് ആയിട്ട് നമ്മുടെ ഒരു ഇൻബോൺ ആയിട്ട് വന്നിട്ടുള്ള അല്ലെ നമ്മളുടെ ഒരു ഓട്ടോണോമസ് ഡിസിഷൻ ആണോ അല്ലെ ഓട്ടോണോമസ് ഡിസിയർ ആണോ, അല്ലെങ്കിൽ നമ്മളെ കുറിച്ച് ഒരു സൊസൈറ്റിക്ക് ഒരു എക്സ്പെക്ടേഷൻ ഉണ്ട്, ആ സൊസൈറ്റിയുടെ എക്സ്പെക്ടേഷൻ അനുസരിച്ചിട്ട് നമ്മളിൽ വന്നിട്ടുള്ള ഡിസീസ് ആണോ, അതായത് നമ്മുടെ ഒരു സോഷ്യൽ പ്രഷർ അല്ലെങ്കിൽ ഒരു സോഷ്യൽ കണ്ടീഷനിങ്ങിന്റെ ഭാഗമായിട്ടുള്ള പ്രഷർ കൊണ്ട് നമ്മളിൽ വന്നിട്ടുള്ള ഡിസീസ് ആണോ എന്നുള്ള കാര്യം പറയുന്നതിൽ ഈ ഒരു നെഗറ്റീവ് ഫ്രീഡം ഫെയിൽ ആണ്. അപ്പോൾ ഇറ്റ് സേസ് വാട്ട് ഈസ് ദ വേർഡ് ക്ലിയർലി. നമുക്ക് നെഗറ്റീവ് ഫ്രീഡം എന്താണെന്ന് ചോദിച്ചാൽ നൺ ഇന്റർഫിയറൻസ് ഇൻ ഫുൾഫില്ലിംഗ് വൺസ് പ്രിഫറൻസ്, അതാണ് നെഗറ്റീവ് ഫ്രീഡം. അപ്പൊ അതിൽ പറയുന്ന ഒരു കാര്യം ഇൻഡിവിജ്വൽ ഹാസ് ഓൾറെഡി ഗിവൺ ഡിസീസ്, ഇറ്റ് does not care, like ignores whether these diseases are autonomously formed or whether any social conditioning played any role in this facing genuine autonomy. ഇനി പോസിറ്റീവ് ഫ്രീഡം എന്ന് പറയുന്നത് അത് പ്ലസ് ആണ്, സംതിങ് ഈസ് ദർ. ഇപ്പം നമ്മളിപ്പോൾ പറഞ്ഞു ഒരാൾക്ക് റൊട്ടി വാങ്ങിക്കാനുള്ള ഫ്രീഡം നമ്മൾ കൊടുത്തിട്ടുണ്ട്, പക്ഷെ അതിനുള്ള കാശുണ്ടോ എന്നൊരു ചോദ്യം അവിടെ വരും. ആ കാശും കൂടി കൊടുത്തിട്ടുള്ള ആ ഒരു തരത്തിലേക്ക് ആളെ എലിജിബിൾ ആക്കിയിട്ട് ഉയർത്തുന്ന ആ ഒരു രീതിക്കാണ് നമ്മൾ എന്ത് പറയുന്നത്, പോസിറ്റീവ് ഫ്രീഡം എന്ന് പറയുന്നത്. അപ്പോൾ അത് ഒരു മിയർ നൺ ഇന്റർഫറൻസ് മാത്രമല്ല, ഒരു സെൽഫ് ഗിവൺ റാഷണൽ റൂളാണ്. ഒരു സെൽഫ് ഹുഡ് അല്ലെങ്കിൽ അവിടെ ഒരു എഡ്യൂക്കേഷൻ, റിസോഴ്സസ്, ഇൻകം, വെൽത്ത്, ഇതിനൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാക്കി കൊടുക്കുക. അതുപോലെ തന്നെ അതിന് വേണ്ടിയിട്ടുള്ള സോഷ്യൽ കണ്ടീഷനിങ് പ്രൊവൈഡ് ചെയ്യുക, അതിന് വേണ്ടിയിട്ടുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കി കൊടുക്കുക. അപ്പൊ ഇത് ജസ്റ്റ് നോട്ട് എൻ ഇന്റർഫിയറൻസ്, ഞാൻ നിന്റെ കാര്യത്തിൽ ഇടപെടുന്നില്ല എന്ന് പറയുന്നതിനപ്പുറം നിനക്കത് ചെയ്യാനുള്ള കപ്പാസിറ്റി ഞാൻ ഉണ്ടാക്കി തരുന്നു. അതിനെയാണ് നമ്മൾ എന്ത് പറയാ, പോസിറ്റീവ് ഫ്രീഡം എന്ന് പറയാം. ഇതിന്റെ ഒരു വീക്ക്നെസ് എന്ന് പറയുന്നത് ഒരു കന്ത് പറഞ്ഞിട്ടുള്ള ഒരു കാര്യം, ഇൻഡിവിജ്വൽ റീസൺ, അതിന് സോഷ്യൽ കണ്ടീഷനിങ്ങിനെ കുറിച്ചിട്ട്, സോഷ്യൽ കണ്ടെക്സ്റ്റ് അതിനെ കുറിച്ചിട്ട് നമ്മൾ ഫോക്കസ് ചെയ്യുന്നില്ല. ഇപ്പൊ ഈ സോഷ്യൽ കണ്ടീഷനിങ് ഫ്രീഡത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഈ മോഡേൺ തിയറീസ് പറയുന്ന ഒരു കാര്യം, ഈ പബ്ലിക് ഒബ്സ്റ്റാക്കിൾസ് ഉണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞു റിസ്ട്രെയിൻ ഉണ്ട്, ഒബ്സ്റ്റാക്കിൾ എന്ന് പറയുമ്പോൾ ഇപ്പൊ എഡ്യൂക്കേഷൻ ഇല്ല, അല്ലെങ്കിൽ നമുക്കൊരു റൊട്ടി വാങ്ങാൻ പൈസ ഇല്ല, അല്ലെങ്കിൽ നമുക്ക് പഠിക്കാനുള്ള സാഹചര്യം ഇല്ല, അപ്പൊ നമ്മൾ ഫ്രീ എഡ്യൂക്കേഷൻ കൊടുക്കും, ഫ്രീ ആയിട്ട് ഫുഡ് കൊടുക്കും. അപ്പൊ ഇങ്ങനെയുള്ള ഈ ഒബ്സ്റ്റാക്കിൾസിന് നമ്മൾ പബ്ലിക് ഗ്യാരണ്ടീസിലേക്ക് കൂടി പ്രൊട്ടക്ഷൻ കൊടുക്കും. അപ്പൊ പ്രൊട്ടക്ഷൻ ഫ്രം ഒബ്സ്റ്റാക്കിൾ ത്രൂ പബ്ലിക് ഗ്യാരണ്ടി. അതേപോലെ തന്നെ നമ്മൾ കൊടുക്കുന്ന വേറൊരു കാര്യമാണ് പ്രൊവിഷൻ ഓഫ് റിസോഴ്സസ്. നമ്മളൊരു റിസോഴ്സസ് കൊടുക്കുകയാണ്, ഇൻകം, ഹെൽത്ത്, എഡ്യൂക്കേഷൻ. പിന്നെ അതുപോലെ തന്നെ ഇവരുടെ കൾച്ചറൽ കണ്ടെക്സ്റ്റ്, അത് നമ്മൾ ഈക്വൽ ആയിട്ട് റെക്കഗ്നിഷൻ കൊടുക്കുകയാണ്, അതിന്റെ റൈറ്റ്സ് ഐഡന്റിഫൈ ചെയ്തിട്ട്. പിന്നെ അതുപോലെ തന്നെ ഈ ലിബർട്ടി ഓഫ് ഇൻഡിവിജ്വൽ, നമ്മൾ എന്താണ് ഒരു കളക്റ്റീവ് ഫ്രീഡമാണ് നമ്മളിവിടെ പറയുന്നത്. ലിബർട്ടി ഓഫ് ഇൻഡിവിജ്വൽസ് എന്ന് പറയുന്നത് കളക്റ്റീവ് ഫ്രീഡം, ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ളത്. പക്ഷെ അവിടെ നമ്മളൊരു ഡൊമിനേഷൻ പ്രിവെന്റ് ചെയ്യാണ്. എൻ്റെ ഫ്രീഡത്തിന് വേണ്ടി ഞാൻ നിങ്ങളെ എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നില്ല, ഞാൻ നിങ്ങളെ എൻ്റെ സ്ലേവ് ആക്കിയിട്ട് ചെയ്യുന്നില്ല, നിങ്ങളുടെ മേൽ ആധിപത്യം സ്ഥാപിച്ചിട്ട് എനിക്കൊരു ഫ്രീഡം ഇല്ല. അപ്പൊ അവിടെ ഒരു കളക്റ്റീവ് ഫ്രീഡത്തിനാണ് അവിടെ ഫോക്കസ് കൊടുക്കുന്നത്. നെഗറ്റീവ് ലിബർട്ടി, അപ്പൊ ഇസിയ ബെർലിൻ എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ ടു കൺസെപ്റ്റ് ഓഫ് ലിബർട്ടി എന്ന ആ ഒരു 1958 ബുക്കിലെ കാര്യങ്ങളാണ് പറയുന്നത്. അപ്പൊ ഫ്രീഡം എന്ന് പറയുന്നത് നോട്ട് ബീയിങ് ഇന്റർഫിയർഡ് വിത്ത് ബൈ അതേഴ്സ്. എന്താണ് ഫ്രീഡം എന്ന് പറയുന്നത്? അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടിൽ ഫ്രീഡം മീൻസ് നോ ഇന്റർഫിയറൻസ് ആണ്. അതായത്
ഒരാൾ നമ്മുടെ കാര്യങ്ങളിൽ ഇന്റർഫിയർ ചെയ്യുന്നില്ല എങ്കിൽ അവിടെ ഫ്രീഡം ഉണ്ടെന്നാണ് അദ്ദേഹം പറയുന്നത്. അവിടെ അദ്ദേഹത്തിന്റെ ഒരു കാഴ്ചപ്പാട് വൈഡർ നൺ ഇന്റർഫിയറൻസ്, എത്രമാത്രം അവിടെ ഇന്റർഫിയറൻസ് നമ്മുടെ കാര്യത്തിൽ ആരും ഇടപെടുന്നില്ലയോ അത്രമാത്രം നമുക്ക് ഫ്രീഡം ഉണ്ട്, വൈഡർ ഫ്രീഡം. പക്ഷെ ഇവിടെയുള്ള ബുദ്ധിമുട്ട് എന്താണെന്ന് വെച്ചാൽ ഹീസ് ജസ്റ്റ് ഫോക്കസിങ് ഓഫ് ദ എക്സ്റ്റെൻഡ് ഓഫ് കൺട്രോൾ, നോട്ട് ദ സോഴ്സ് ഓഫ് കൺട്രോൾ. എത്രമാത്രം നമ്മുടെ കാര്യത്തിൽ കൺട്രോൾ ഉണ്ട് അപ്പൊ നമുക്ക് ഫ്രീഡം ഉണ്ടോ ഇല്ലയോ എന്ന് നിശ്ചയിക്കാണ് അദ്ദേഹം പറയുന്നത്. അപ്പൊ അദ്ദേഹം അവിടെ ആ സോഴ്സ് ഓഫ് കൺട്രോൾ, ഇപ്പൊ ഒരു ഡെമോക്രാറ്റിക് സൊസൈറ്റിയിൽ ഒരാൾക്ക് മറ്റൊരാളെ തല്ലാനോ ഒരാൾക്ക് മറ്റൊരാളുടെ കാര്യത്തിൽ ഇടപെടാനോ അല്ലെങ്കിൽ ഒരു ലോ എഗെയിൻസ്റ്റ് ആയിട്ടുള്ള ലോ ആയിട്ടുള്ള ഒരു കാര്യവും ചെയ്യാൻ പറ്റുകയില്ല. അപ്പൊ അതൊരു ഡെമോക്രാറ്റിക് സൊസൈറ്റിയിലും ചില ലോസ് ഉണ്ടായിരിക്കും. പക്ഷെ അവിടെ ഒരു സോഴ്സ് ഓഫ് കൺട്രോൾ അവിടെ ഡെമോക്രസിയാണ്. അപ്പൊ ആ ഒരു കൺട്രോൾ കൊടുക്കുന്നത് എല്ലാവരുടെ ഫ്രീഡത്തിനും, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതുപോലെ, അഥവാ ഈ ഒരു ഫ്രീഡത്തിന്റെ കാര്യത്തിൽ എന്ത് സംഭവിച്ചു എന്ന് വരാം, ഈ ഇന്റർഫിയറൻസ് ഇല്ലാതെ ഇരുന്നാൽ, ഒരു കൺട്രോൾ ഇല്ലാതിരുന്ന എല്ലാവരും അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് പ്രവർത്തിക്കുകയാണെങ്കിൽ എന്ത് സംഭവിക്കും? കംപ്ലീറ്റ് ഡിസോർഡർ ആയിരിക്കും. അതുകൊണ്ടാണ് ഡെമോക്രാറ്റിക് സൊസൈറ്റിയിലൊക്കെ നമ്മുടെ ലോസ് കൊണ്ടുവരുന്നത്. അപ്പൊ ഈ ഇദ്ദേഹത്തിന്റെ ഡെഫിനിഷൻ പ്രകാരം, നമ്മൾ ഈ പറഞ്ഞ ഇസേ ബെർലിന്റെ ഡെഫിനിഷൻ പ്രകാരം, ഇപ്പൊ ഡെമോക്രാറ്റിക് ലോസ് ആണെങ്കിൽ അവിടെ ഫ്രീഡം ഇല്ല, അവിടെ ഇന്റർഫിയറൻസ് ഉണ്ടെങ്കിൽ ഫ്രീഡം ഇല്ല. അപ്പൊ അദ്ദേഹം സോഴ്സ് ഓഫ് കൺട്രോൾ അല്ല നോക്കുന്നത്, എക്സ്റ്റെൻഡ് ഓഫ് കൺട്രോൾ ആണ്. അതുപോലെ തന്നെ അദ്ദേഹം പറഞ്ഞിട്ടുള്ള വേറൊരു കാര്യം എന്ന് പറയുന്നത്, അപ്പൊ അദ്ദേഹം പറയുന്നത് എത്രമാത്രം ഇന്റർഫിയറൻസ് ഉണ്ട് എന്നുള്ള കാര്യം തന്നെയാണ് പറയുന്നത്. അപ്പൊ ഡെമോക്രസിയിൽ തന്നെ നമുക്ക് ഈ ലിബർട്ടി ഡിസ്ട്രിക്ട് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോ ഇവിടെ ചോദിക്കുന്നത്, നിങ്ങളെ ഡെമോക്രസിയിലാണോ, നിങ്ങളെ ഏകാധിപതിയാണോ, അല്ലെങ്കിൽ നിങ്ങൾ ഒരു സ്വേച്ഛാധിപതിയുടെ കീഴിലാണോ, മതഭരണമാണോ, ഒന്നും പ്രശ്നമല്ല. നിങ്ങളുടെ കാര്യത്തിൽ ഒരു ഇന്റർഫിയറൻസ്, ഏതെങ്കിലും ഒരു ലോ നിങ്ങളെ റെസ്ട്രിക്ട് ചെയ്യുന്നത് നിങ്ങൾക്ക് ഫ്രീഡം ഇല്ല. അതാണ് അദ്ദേഹത്തിന്റെ ഡെഫിനേഷൻ. അപ്പൊ അതിൻ്റെതായ അതായത് ലീവ് മീ അലോൺ, എനിക്കൊരു എക്സ്റ്റേണൽ ഒബ്സ്റ്റാക്കിൾ ഉണ്ടാവാൻ പാടില്ല, ഞങ്ങൾ എവിടെ എന്തും ചെയ്യാനുള്ള സ്വാതന്ത്ര്യം എനിക്ക് വേണം എന്ന് പറയുന്ന തരത്തിലുള്ള ഒരു ഡെഫിനേഷൻ ആയിരുന്നു. So wider non-interference, wider freedom. Focus is on the extent of control, not the source of control. So there is no necessary link between individual liberty and democratic. So it's always the question is who governs me. It's how far does government interfere with me എന്നാണ് അദ്ദേഹത്തിന്റെ ഡെഫിനേഷനിൽ വരുന്നത്. ഇനി അടുത്തത് ഹോബ്സിന്റെ വ്യൂസ് ആണ്. ഇനി അടുത്ത നമ്മൾ പറയുന്നത് ഹോബ്സിനെ കുറിച്ചാണ്. അദ്ദേഹത്തിന്റെ ലെവൈത്തൻ, ആ ലെവൈത്തൻ എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ ബുക്കാണ്. ആക്ച്വലി ലെവൈത്തൻ എന്ന് പറയുന്നത് ഈ നമ്മളെ ബൈബിളിലുള്ള എന്താണ്, ഒരു കഥയുണ്ട്, ബുക്ക് ഓഫ് ജോബ്സിന്റെ. അതിൽ പറയുന്ന ഒരു കടലിൽ ഒരു മോൺസ്റ്റർ ആയിട്ടുള്ള ഒരു ഡ്രാഗൺ ലൈക്ക് ക്രിയേച്ചർ, അതിന് ഭയങ്കര സ്ട്രെങ്ത്തും പവറും ഉണ്ട്. അപ്പൊ അതിൽ അദ്ദേഹം പറയുന്നത് ഇതൊരു സ്റ്റേറ്റിന് നമ്മൾ ഇതിന്റെ മെറ്റഫർ ആയിട്ടാണ് കാണപ്പെടുന്നത്. അപ്പൊ ഈ മോൺസ്റ്റർ ഇതിന്റെ പവർ ഉപയോഗിച്ചിട്ട് എന്താണ് എല്ലാവരുടെയും കൺട്രോൾ ചെയ്യുക. അതേപോലെ സ്റ്റേറ്റ് ആ പവർഫുൾ ആയിട്ട് ഹ്യൂമൻ ബീയിങ്സ് വയലന്റ് ആവുന്നത് തടയുന്നു. അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു ബുക്കിൽ അദ്ദേഹം എന്താ പറയുന്നത്, ഒരു ജൈജാന്റിക് ക്യാരക്ടർ ആയിട്ടാണ് ഈ ലെവൈത്തിനെ കുറിച്ച് പറയുന്നത്. അപ്പൊ കളക്റ്റീവ് പവർ, അതായത് ഒരു സ്റ്റേറ്റിന്റെ പവറിനെ അദ്ദേഹം അങ്ങനെ ഒരു മെറ്റഫറായി കണ്ടുകൊണ്ടാണ് ആ ബുക്കിനെ കുറിച്ച് അങ്ങനെ പറയുന്നത്. അപ്പൊ അതിൽ അദ്ദേഹത്തിന്റെ വ്യൂസ് എന്ന് പറയുന്നത് ഇത് തന്നെയാണ്, ലിബർട്ടി, ആബ്സെൻസ് ഓഫ് എക്സ്റ്റേണൽ ഇംപെഡിമെന്റ്സ്. അതായത് ഒന്നും നിങ്ങൾക്കെതിരെ ഒരു ഇതും ഉണ്ടാവാൻ പാടില്ല, ആരും നിങ്ങളെ ക്വസ്റ്റ്യൻ ചെയ്യാൻ പാടില്ല, ആരും നിങ്ങളുടെ കാര്യത്തിൽ ഇന്റർഫിയർ ചെയ്യാൻ പാടില്ല. ഇപ്പൊ ഇംപെഡിമെന്റ് എന്ന് പറയുന്നത് എന്താണ്? ഒബ്സ്റ്റാക്കിൾസ് ആണ്. അപ്പോൾ ഈ ഇന്റർഫിയറൻസ് ഇല്ല എങ്കിൽ നിങ്ങൾ ഫ്രീ ആണ്. അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു ഡെഫിനിഷൻ തന്നെ ഇങ്ങനെയാണ്, എ ഫ്രീ മാൻ ഈസ് ഹി ഹൂ ഈസ് നോട്ട് ഹിൻഡേർഡ് ഫ്രം ഡൂയിങ് വാട്ട് ഹി ഹാസ് ദ വിൽ ടു ഡു. അയാൾക്ക് ചെയ്യാൻ പറ്റുന്ന എന്ത് കാര്യം, ഒരാൾക്ക് ചെയ്യാൻ പറ്റുന്ന എന്ത് കാര്യം ചെയ്യാൻ പറ്റുന്ന ഒരാളാണ് ഫ്രീ മാൻ എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പൊ അതിൽ പറയുന്ന ഒരു കാര്യമുണ്ട്, ഇപ്പൊ ഒരു കിങ് അല്ലെ ഗവൺമെന്റ് ഒരു ലോസ് ഉണ്ടാക്കുമ്പോൾ അതൊരു ചില ആക്ഷൻ, ഇപ്പൊ എനിക്ക് മറ്റൊരാളെ അടിക്കാൻ പറ്റില്ല എന്നുള്ള ഒരു ആക്ഷൻ അവിടെ ഒരു കിങ് റെസ്ട്രിക്ട് ചെയ്യുകയാണെങ്കിൽ ഈ ലോസ് എന്താണ് അവിടെ ഒബ്സ്റ്റാക്കിൾസ് ആയിട്ടാണ് പറയുന്നത്. ഇവിടെ ഒരു പാരഡോക്സ് എന്ന് പറയുന്നത്, ഈ നമ്മള് ഈ ഗവൺമെന്റ് ഒക്കെ ഉണ്ടാവുന്ന സമയത്ത് ലോസ് ഇല്ല എന്നാണ് തിയറിയിൽ പറഞ്ഞത്. ആൾക്കാർക്ക് ഇഷ്ടം പോലെ ലിബർട്ടി ഉണ്ട്. പക്ഷേ അവിടെ പ്രാക്ടീസിൽ അങ്ങനെയാണോ? അല്ല, എല്ലാവരും അവരവരുടെ കാര്യങ്ങളായിട്ട് ഇടപെട്ട് കഴിഞ്ഞാൽ ഈ ഡൊമിനന്റ് സ്ട്രോങ് ആയിട്ടുള്ള ആൾക്കാർക്ക് അവിടെ ഒരു ഡൊമിനേഷൻ ഉണ്ടാവും. അപ്പൊ അവിടെയും ഫ്രീഡം ഒന്ന് വീക്കായ ആൾക്കാർക്ക് ഒരു ഫ്രീഡം ഉണ്ടാവില്ല, ലൈഫ് കംപ്ലീറ്റ് ഡിസോർഡർ ആയിരിക്കും. ശരിക്കും ആക്ച്വലി ആ ഒരു ഗവൺമെന്റ് ഇല്ലാത്ത ഒരു സ്റ്റേറ്റ് ഓഫ് നാച്ചർ എന്ന് പറയുന്നത്
റിയൽ ഫ്രീഡത്തിന് ഡിസ്ട്രോയ് ചെയ്യണം. നിങ്ങൾക്ക് ഒരിക്കലും സെക്യൂരിറ്റി അവിടെ പ്രൊവൈഡ് ചെയ്യുന്നില്ല. പക്ഷെ നമുക്കൊരു സെക്യൂരിറ്റി പ്രൊവൈഡ് ചെയ്യുന്ന ഗവൺമെന്റ് ഉള്ളിടത്തോളം നമ്മുടെ ഫ്രീഡം കുറച്ച് റെഗുലേറ്റ് ചെയ്യപ്പെടും. പക്ഷെ അവിടെ സെക്യൂരിറ്റി ഉണ്ടാവും. അപ്പൊ ഇതിൽ പറയുന്നത് ലോസ് ഉണ്ടാകുന്ന സമയത്ത് കുറച്ച് ആക്ഷൻസിന് അത് ലിമിറ്റ് ചെയ്യും. പക്ഷെ എന്തിനു വേണ്ടിയിട്ടാണ് ഈ ലോസ്? പ്രൊട്ടക്ട് ഇൻഡിവിജ്വൽ ഫ്രം ഇന്റർഫിയറൻസ് ബൈ അതേഴ്സ് ആണ്, വിച്ച് മേക്സ് ഫ്രീഡം സ്റ്റേബിൾ ഫ്രീഡം പോസിബിൾ. ഒരാളുടെ പേഴ്സണൽ കാര്യത്തിൽ മറ്റൊരാൾക്ക് ഇടപെടാൻ പറ്റില്ല. നമ്മുടെ ആർട്ടിക്കിൾ 21, ഇന്ത്യയിലെ ആർട്ടിക്കിൾ 21 പ്രകാരം ഒരാൾക്ക് പേഴ്സണലായിട്ട് എന്ത് ഡിസിഷൻ, അതായത് ഇന്ത്യയിലെ നിയമപ്രകാരം വ്യക്തിപരമായിട്ട് എന്ത് ഡിസിഷൻ എടുക്കാം. നിയമപരമായി കുറ്റമാണ് എന്ന് പറയുന്ന കുറച്ച് ക്രൈം അതല്ലാതെ ഏത് വ്യക്തിപരമായ ഡിസിഷനും എടുക്കാൻ ഒരാൾക്ക് സ്വാതന്ത്ര്യമുണ്ട്. അതിൽ മറ്റൊരാൾക്ക് ഇന്റർഫിയർ ചെയ്യാൻ പറ്റില്ല. അത് നിയമപരമായി തെറ്റാണ്. അപ്പൊ ഇത്തരത്തിലുള്ള ലോസ് ചെയ്യുന്നത് ഉണ്ടാക്കുന്നത് എല്ലാവരുടെയും ഫ്രീഡം പോസിബിൾ ആക്കാൻ വേണ്ടിയിട്ടാണ്. ബട്ട് ദീസ് ലിമിറ്റ് പ്രൊട്ടക്ട് ഇൻഡിവിജ്വൽ ഫ്രം ഇന്റർഫിയറൻസ് ബൈ അതേഴ്സ്. അപ്പോൾ നമ്മുടെ ഒരു മോഷണത്തിനെതിരെയുള്ള ഒരു ലോ എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മുടെ പ്രോപ്പർട്ടിയുടെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ ഹോബ്സിന്റെ തിയറിയിൽ ലിബർട്ടി എന്ന് പറയുന്നത് ഒരിക്കലും ഈ പാർട്ടിസിപ്പേഷൻ അല്ല, മേക്കിംഗ് ലോസിൽ. അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടിൽ ലിബർട്ടി എന്ന് പറയുന്നത് ഈ ലോസ് നിങ്ങളുടെ ജീവിതത്തിൽ ഇടപെടാത്ത ഭാഗം എവിടെയുണ്ടോ അതാണ് അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടിൽ ലിബർട്ടി എന്ന് പറയുന്നത്. നിങ്ങൾ എത്രയും വലിയ ഒരു ഏകാധിപതിയുടെ കീഴിലാണെങ്കിലും അവർ റൂളർ നിങ്ങളുടെ ലൈഫിൽ ഇടപെടുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ലിബർട്ടി ഉണ്ട് എന്നുള്ള അർത്ഥത്തിലാണ് അദ്ദേഹം പറയുന്നത്. അവിടെ ഒരു സോഷ്യൽ ആയിട്ടുള്ള അതിന്റെ ഒരു എന്താണ് മൊറാലിറ്റി, ഒരു ലെജിറ്റിമസി അതിനെ കുറിച്ചിട്ട് അദ്ദേഹം എംഫസൈസ് ചെയ്യുന്നില്ല അവിടെ. എന്തിനാണോ നൺ ഇന്റർഫിയറൻസ് ഉള്ളത്, സ്റ്റേറ്റ് റെഗുലേറ്റ് ചെയ്യാത്തത്, അതാണ് ലിബർട്ടി എന്നാണ് അദ്ദേഹം പറയുന്നത്. അതുപോലെ തന്നെ ഇദ്ദേഹത്തിന്റെ വേറൊരു ഡിസ്റ്റിങ്ഷൻ ഉണ്ട്, ഫ്രീഡം എബിലിറ്റിയും. ഉദാഹരണത്തിന് ലാക്ക് ഓഫ് ലിബർട്ടി എന്ന് പറയുന്നത് ലാക്ക് ഓഫ് എബിലിറ്റി അല്ല. ഒരു സ്റ്റോണിന് ചലിക്കാൻ പറ്റില്ല, പക്ഷെ അത് ലാക്ക് ഓഫ് പവർ അല്ലെങ്കിൽ ലാക്ക് ഓഫ് പവർ ആണ്, ലാക്ക് ഓഫ് ലിബർട്ടി അല്ല. ഒരാൾ കട്ടിലിൽ തളർന്നു പോയാൽ അത് ലാക്ക് ഓഫ് ലിബർട്ടി അല്ല. അപ്പൊ ക്വസ്റ്റ്യൻ അവിടെ എന്താണ്? ഈ ലിമിറ്റേഷൻ എ മാറ്റർ ഓഫ് എബിലിറ്റി വിയസ് ഫ്രീഡം എന്നുള്ള ക്വസ്റ്റ്യൻ അവിടെ വരും. എന്താണ് ലിമിറ്റേഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത്. അതുപോലെ ഇപ്പൊ ഒരു പോവർട്ടിയിൽ ഒരാൾക്ക് എന്താണ് ബ്രെഡ് വാങ്ങിക്കാനുള്ള കപ്പാസിറ്റി ഉണ്ട് പോവർട്ടിയിൽ. പക്ഷേ അതായത് അയാൾക്ക് പോവർട്ടിയാണ്, അയാൾക്ക് ബ്രെഡ് വാങ്ങിക്കാനുള്ള കപ്പാസിറ്റി ഇല്ല, പക്ഷെ ഫ്രീഡം ഉണ്ട്. അതുകൊണ്ട് വല്ല കാര്യമുണ്ടോ? അല്ല. പക്ഷെ ആ പോവർട്ടി ഒരിക്കലും അതൊരു സോഷ്യൽ അറേഞ്ച്മെന്റ് കൊണ്ടുണ്ടായ ആണ് അയാൾക്ക് കപ്പാസിറ്റി ഇല്ലാത്തത്. സൊസൈറ്റിയാണ് അയാളുടെ ദാരിദ്ര്യത്തിന് കാരണമെങ്കിൽ അത് ലാക്ക് ഓഫ് ഫ്രീഡം എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പൊ റോൾ ഓഫ് ഹ്യൂമൻ ബീങ്സ് ഇൻ ഫ്രസ്ട്രേറ്റിംഗ് വൺസ് വിഷസ്. ഒരു മനുഷ്യൻ മറ്റൊരാളുടെ കാര്യത്തിൽ, മറ്റൊരാളുടെ ആഗ്രഹങ്ങൾ തടസ്സപ്പെടുത്തുന്നതിൽ എത്രമാത്രം റോളുണ്ട്, അല്ലെ അവർ എത്രമാത്രം അതിനെ സ്വാധീനിക്കുന്നുണ്ട്, അത് അദ്ദേഹത്തെ പറഞ്ഞിരുന്നു. പിന്നെ ഇതിനെക്കുറിച്ച് തന്നെ നമ്മൾ ഈ പറഞ്ഞ ലെഗറ്റീവ് ലിബർട്ടിയെ കുറിച്ചിട്ട് തന്നെ എന്താണ് പല വ്യൂസും ഉണ്ട്. അപ്പൊ ബെർലിൻ പറഞ്ഞത് സോഷ്യൽ ആൻഡ് എക്കണോമിക് അറേഞ്ച്മെന്റ് ക്യാൻ കൗണ്ട് ആസ് ഒബ്സ്റ്റക്കിൾ അല്ലെ. അപ്പൊ ബെർലിന്റെ വ്യൂ എന്താണ്? സോഷ്യൽ എക്കണോമിക് അറേഞ്ച്മെന്റ് ഒബ്സ്റ്റാക്കിൾ ആണ്. നമ്മൾ പറഞ്ഞ വേറൊരാളുണ്ട്, ഹില്ലൽ സ്റ്റെയ്നർ. അദ്ദേഹം പറഞ്ഞത് ഫിസിക്കൽ ബാരിയേഴ്സ് മാത്രമാണ് ഒബ്സ്റ്റാക്കിൾസ് എന്നാണ്. അപ്പോൾ ഈ നെഗറ്റീവ് ലിബർട്ടി തന്നെ ഈ ഡിഫറെന്റ് വ്യൂസ് ഉണ്ട് ഇവർക്കിടയിൽ. അടുത്തത് ജോൺ സ്റ്റുവർട്ട് മിൽസ് വ്യൂ ഓൺ ലിബർട്ടി ആണ്. അദ്ദേഹം എന്താണ് ലിബർട്ടിയെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത് നോക്കാം. അതിൽ അദ്ദേഹത്തിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ കാര്യം ഹാം പ്രിൻസിപ്പിൾ ആണ്. ഹാം പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് നിങ്ങളുടെ ഫ്രീഡം എന്ന് പറയുന്നത് ലിമിറ്റഡ് ഒരു കാര്യത്തിൽ മാത്രമേ ലിമിറ്റ് ചെയ്യാവൂ. വെൻ ഇറ്റ് ഹാം ടു അതേഴ്സ്. സോ ഫ്രീഡം ഈസ് ലിമിറ്റഡ് ഓൺലി ടു പ്രിവെന്റ് ഹാം ടു അതേഴ്സ്. മറ്റൊരാൾക്ക് ഉപദ്രവമാകുന്ന ഒരു കാര്യത്തിൽ മാത്രമേ സ്വാതന്ത്ര്യം ലിമിറ്റ് ചെയ്യാൻ പാടുള്ളൂ എന്നാണ് അദ്ദേഹത്തിന്റെ ഹാം പ്രിൻസിപ്പിൾ അദ്ദേഹം പറയുന്നത്. അല്ലാതെ സൊസൈറ്റി ഓർ ഗവൺമെന്റ് കനോട്ട് ഇന്റർഫിയർ ഇൻ എ പേഴ്സൺ ആക്ഷൻ ഫോർ ദർ ഓൺ ഗുഡ്. അല്ലാതെ സൊസൈറ്റി അതിൽ ഇടപെടാൻ പാടില്ല. അദ്ദേഹം പറയുന്നത് the only purpose for which power can be rightfully access of any member of a civilized community against him is to prevent harm to others. ഒരാളുടെ സ്വാതന്ത്ര്യത്തിൽ നമുക്ക് ഇടപെടാനുള്ള ഒരേ ഒരു അവകാശം എപ്പോഴാണ്? അത് മറ്റൊരാൾക്ക് ദോഷകരമായി ബാധിക്കുമ്പോഴാണ്. അപ്പോൾ അത് അബ്സല്യൂട്ട് ആണ് പേഴ്സണൽ മാറ്റർ. അത് മറ്റൊരാൾക്ക് ദോഷകരമായി ബാധിക്കാത്തിടത്തോളം.
അപ്പോൾ അതിൽ സെൽഫ് റിഗാർഡിങ് ആക്ഷൻ, നമ്മുടെ പേഴ്സണൽ ഹാബിറ്റ്, ടേസ്റ്റ്, ബിലീഫ്, അതിൽ നമ്മൾ ഒരു സൊസൈറ്റി ഇന്റർഫിയർ ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷെ അസോൾട്ട്, തെഫ്റ്റ് തുടങ്ങിയിട്ടുള്ള അതർ കാര്യങ്ങളിൽ സൊസൈറ്റി ഇടപെടാം. പക്ഷെ അതിൽ ഭയങ്കര ഒരു വെയ്ഗായിട്ടുള്ള ഒരു ഡെഫിനിഷനാണത്. കാരണം നമുക്ക് ഈ എന്താണ് എത്രമാത്രം ഈ എന്ന് വെച്ചാൽ ഇദ്ദേഹം തന്നെ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം, ഈ സൊസൈറ്റി പേഴ്സണൽ കാര്യത്തിൽ ഇടപെടേണ്ട, ബാക്കിയുള്ള കാര്യത്തിൽ ഇടപെടണം. പക്ഷെ ഒരു ആൽക്കഹോളിക് ആയിട്ടുള്ള ഒരാൾ ആൽക്കഹോൾ കഴിക്കുകയാണെങ്കിൽ അയാളുടെ ഒരു കാര്യം സൊസൈറ്റിക്ക് ത്രെട്ടായിട്ട് വരാം. അപ്പൊ അങ്ങനെയുള്ള കാര്യത്തിൽ ഇത് എത്രമാത്രം ഇത് തമ്മിലുള്ള ബാരിയേഴ്സ് ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ കൃത്യമായിട്ടുള്ള ഡെഫിനിഷൻ അദ്ദേഹം കൊടുത്തിട്ടില്ല. അപ്പൊ അദ്ദേഹത്തിന്റെ ഇതിൽ വരുന്നത് ഫ്രീഡം ഓഫ് തോട്ട് ആൻഡ് എക്സ്പ്രഷൻ, സ്പീക്കിംഗ് ആൻഡ് റൈറ്റിംഗ് ഫ്രീലി, അവിടെ ഒക്കെ ലിബർട്ടി പ്രൊട്ടക്റ്റഡ് ആയിരിക്കണം. ഓഫ് ടേസ്റ്റ് ആൻഡ് പ്രൊഡ്യൂസ്, ലൈഫ് സ്റ്റൈൽ, ഹോബീസ്, പ്രൊഫഷൻ, അത് ചൂസ് ചെയ്യാനുള്ള ലിബർട്ടി. അസോസിയേഷൻ, ഫോമിംഗ് ഗ്രൂപ്പ്സ്, പാർട്ട്ണർഷിപ്പ്, ഓർഗനൈസേഷൻ, അതിന് വേണ്ടിയിട്ടുള്ള ലിബർട്ടി. പിന്നെ എപ്പോഴാണ് അത് റെസ്ട്രിക്ട് ചെയ്യാൻ പറ്റുക? നമ്മൾ മറ്റൊരാൾക്ക് ഉപദ്രവമായിരിക്കുമ്പോൾ മാത്രം. അദ്ദേഹം പറയുന്നത് ഈ ലിബർട്ടി എന്ന് പറയുന്നത് എപ്പോഴും എന്താണ്? ലിബർട്ടി എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടിൽ എസെൻഷ്യൽ ഫോർ പേഴ്സണൽ ആൻഡ് സോഷ്യൽ പ്രോഗ്രസ് എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പൊ ഓരോ ഇൻഡിവിജ്വൽ, ഇദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടിൽ എല്ലാ വ്യക്തികളിലും എന്താണ് വളർന്ന് പഠിച്ച് സ്വയം ഇംപ്രൂവ് ചെയ്യാനുള്ള ഒരു പൊട്ടൻഷ്യൽ ഉണ്ട്. എല്ലാവരും ഒരു യൂണിവേഴ്സ് ആണ്, ഒരു സ്മോൾ യൂണിവേഴ്സ് ഓഫ് ഡെവലപ്മെന്റ് എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇൻഡിപെൻഡന്റ് സെന്റർ ഓഫ് ഡെവലപ്മെന്റ്. അപ്പൊ അവർക്ക് എക്സ്പ്ലോർ ചെയ്യാം, എക്സ്പെരിമെന്റ് ചെയ്യാം, ചോയ്സസ് ഉണ്ടാവും. അപ്പൊ അത്രമാത്രം ഡെവലപ്പ് ചെയ്താനുള്ള ഒരു കപ്പാസിറ്റി, പൊട്ടൻഷ്യൽ എല്ലായിടത്തും ഉണ്ട്. അപ്പൊ ഈ ഒരു പേഴ്സണൽ ഗ്രോത്തിന് ലിബർട്ടി അത്യാവശ്യമാണ്. അപ്പൊ എല്ലാരെയും കൺട്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ പൊട്ടൻഷ്യൽ ഉള്ളവർക്ക് ഒരിക്കലും വളരാൻ പറ്റില്ല. ഉദാഹരണത്തിന് ഒരു രവിക്ക് പെയിന്റിങ് പഠിക്കണം, പ്രിയക്ക് സയൻസ് പഠിക്കണം. അവർ വാല്യൂ ചെയ്യുന്നത് പഠിക്കാൻ അനുവദിക്കണം. അല്ലാതെ നീ പെൺകുട്ടിയാണ് പഠിക്കരുതെന്ന് പറഞ്ഞിട്ട് അതിനെ റെസ്ട്രിക്ട് ചെയ്യരുത്. അപ്പൊ പെർസെപ്ഷൻ ആയാലും ജഡ്ജ്മെന്റ്, അങ്ങനെ നമ്മൾ വളരുന്ന സമയത്ത് നമ്മുടെ സ്കില്ലായ പെർസെപ്ഷനും ജഡ്ജ്മെന്റും മെന്റൽ ആക്ടിവിറ്റി, മോറൽ റീസണിങ്, ഇതൊക്കെ വളരും. അപ്പൊ നമുക്ക് പ്രാക്ടിക്കൽ തിങ്കിങ് എടുക്കാൻ പറ്റും. പക്ഷേ അവിടെ ഒരു ഓപ്പർച്യൂണിറ്റി ഇല്ല എങ്കിലും എന്താണ് ഒരു പ്രശ്നം വരും. ഇപ്പൊ ഒരു സയൻസ് പഠിക്കാൻ പോകുന്ന ഒരു വ്യക്തിക്ക് ഫാക്കൽറ്റീസ് ഇല്ല എങ്കിൽ പക്ഷെ അവർക്ക് സ്വയം പഠിച്ചിട്ട് വളരാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയും കൊടുക്കണം എന്നാണ് പറയുന്നത്. അപ്പോൾ ഫ്രീഡം എന്ന് പറയുന്നത് വാട്ട് എവർ യു വാണ്ട് മാത്രമല്ല, ഒരാൾക്ക് സ്വയം ഡെവലപ്പ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ടാക്കി കൊടുക്കൽ കൂടിയാണ്. അപ്പൊ അദ്ദേഹം പറയുന്നത് ട്രൂ ഡെവലപ്മെന്റ് ഉണ്ടാവുന്നത് എപ്പോൾ മാത്രമാണ് ട്രൂ ഡെവലപ്മെന്റ് ഉണ്ടാവുന്നത്? നമുക്ക് സ്വന്തമായിട്ട് ചോയ്സസ് ഉണ്ടാക്കാൻ കഴിയുമ്പോൾ മാത്രമാണെന്നാണ് അദ്ദേഹം പറയുന്നത്. ഇതുകൊണ്ടുള്ളൊരു പ്രോബ്ലം എന്ന് പറയുന്നത് ഇവിടെ പോലും അവർ റോങ് ആയിട്ട് ഈ സെൽഫ് റിഗാർഡിങ് സ്ഫിയറിനെ ചൂസ് ചെയ്യുകയാണെങ്കിൽ എന്ത് സംഭവിക്കും എന്നുള്ള ഈ ടെൻഷനിൽ എന്നാണ്, ആ ഒരു ക്വസ്റ്റ്യനിലാണ് പോസിറ്റീവ് ലിബർട്ടി എന്ന് പറഞ്ഞ കൺസെപ്റ്റ് വരുന്നത്. ഇനി നമുക്ക് അത് എന്താണെന്ന് നോക്കാം. ബാക്കി ഭാഗം അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. താങ്ക്